പുൽപ്പള്ളി അമരക്കുനി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാനുള്ള ശ്രമം അവിടെ ഊർജിതമായി തുടരുന്നു. തെരച്ചിലിനായി മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ ഇറക്കുമെന്ന് വനാധികൃതർ പറയുന്നു. കണ്ടെത്തിയാൽ ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഈ കടുവയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനം എടുത്തിട്ടുണ്ട്. ഡോക്ടർ സക്കറിയ അവിടെ എത്തി കഴിഞ്ഞു. കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത കടുവയാണ് ഇതെന്നാണ് കർണാടക വനംവകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് അവർ പറയുന്നത്. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് അമരക്കുനി നിന്ന് ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്, പറയൂ. SKN ഈ ദൗത്യം തുടങ്ങിയിട്ടുണ്ട്. അതായത് തിരച്ചിൽ നടത്തുക എന്നുള്ള ദൗത്യമാണ് തുടങ്ങിയിരിക്കുന്നത്. 2 സംഘങ്ങളായി വനപാലകർ തിരിഞ്ഞാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന് വനാതിർത്തിയിൽ നിന്നൊരു സംഘം, മറ്റേത് തോട്ടത്തിൽ നിന്നൊരു സംഘം, അങ്ങനെ ആണ് തെരച്ചിൽ നടത്തുന്നത്. ആ തെരച്ചിൽ നടത്തുമ്പോൾ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നതുൾപ്പെടെയുള്ള പരിശോധനയാണ് നടത്തുന്നത്. കാരണം ക്യാമറ ട്രാപ്പിലോ നിരീക്ഷണ ക്യാമറയിലോ ഇന്ന് നടത്തിയ പരിശോധനയിൽ കടുവയുടെ ദൃശ്യങ്ങളോ ചിത്രങ്ങളോ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഈ കടുവ ഏതെങ്കിലും മേഖലയിൽ കിടക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ അതിൻ്റെ ഏതെങ്കിലും അവശിഷ്ടങ്ങൾ ഉണ്ടോ, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനയാണ് നടത്തുന്നത്. എന്തായാലും ഇതിന് പഗ്മാർക്കടക്കം തേടിയുള്ള പരിശോധന, അതായത് കാലടയാളം ഉണ്ടോ എന്നുള്ള ഉൾപ്പെടെയുള്ള പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അങ്ങനെ എന്തെങ്കിലും വിവരം ലഭിച്ചാൽ അത് നൽകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അത് ഡോക്ടർ അരുൺ സക്കറിയുടെ നേതൃത്വത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ദൗത്യം നടപ്പാക്കുന്നത്. അതിനുവേണ്ടി ഈ മരുന്ന് നിറച്ച തോക്ക് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. കുങ്കിയാനകളെ എത്തിക്കാനുള്ള നടപടിയാണ്. കാരണം കുങ്കിയാനകളെ എത്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായി അത് കുറച്ചുകൂടി തെരച്ചിൽ നന്നായി നടക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കുങ്കിയാനകളെ കൂടി എത്തിച്ചുകൊണ്ടുള്ള ആ ഒരു ദൗത്യമാണ് നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുത്തങ്ങയിൽ നിന്ന് കുങ്കിയാനകളെ എത്തിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വൈൽഡ് ലൈഫ് വാർഡിനോട് അനുമതി തേടിയിട്ടുണ്ട്. DFO അജിത് കെ രാമൻ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ചെതലത്ത് റേഞ്ച് ഓഫീസർ രാജീവും ഇവിടെയുണ്ട്. അദ്ദേഹമാണ് ഈ കമാൻഡിംഗ് ഓഫീസറായി ഇതിന് പ്രവർത്തിക്കുന്നത്. എന്തായാലും ഈ ദൗത്യം വഴി കടുവയെ വലയിലാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. കേരളത്തിൻ്റെ ഡാറ്റാബേസിൽ ഇല്ലാത്ത ഒരു കടുവയാണ്. ആ കടുവ എത്തിയിട്ടുള്ളത് ഈ ബന്ദിപ്പൂർ വനമേഖലയിൽ നിന്നും എത്തിയതാണ് എന്നുള്ളതാണ് കരുതുന്നത്. അവശ നിലയിലാണ് എന്നുള്ള തരത്തിലുള്ള വിവരങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്ത് നേരത്തെ ലഭിച്ച ക്യാമറ ട്രാപ്പിൽ ലഭിച്ച ചിത്രങ്ങൾ സഹിതം വനംവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. എന്തായാലും ഇതിനെ പിടികൂടി ഇവിടുത്തെ സ്വൈര ജീവിതം സാധ്യമാക്കണമെന്നുള്ള ആവശ്യമാണ് ആളുകൾ ഉന്നയിക്കുന്നത്. പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ജനവാസ കേന്ദ്രമാണ്, ധാരാളം തോട്ടങ്ങൾ തിങ്ങി നിറഞ്ഞ മേഖലയാണ്. കന്നാരമ്പുഴ കടന്നാൽ അപ്പുറത്ത് വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ വനത്തിലേക്ക് കടുവ വലിയാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ആളുകൾ നേരത്തെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തിയിരുന്നു. കാരണം ഈ ഓഫീസിലേക്ക്, അതായത് വനംവകുപ്പിൻ്റെ ചെതലത്ത് റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് ഉൾപ്പെടെ നാട്ടുകാർ നടത്തിയതുമാണ്. എന്തായാലും കടുവയെ പിടികൂടണം എന്നുള്ള ആവശ്യമാണ് ഉന്നയിക്കുന്നത്. മയക്കുവെടി വെച്ചെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടണമെന്നുള്ള ആവശ്യമാണ് ജനങ്ങൾ ഉന്നയിക്കുന്നത്. ആ നടപടിയുമായാണ് ഇപ്പോൾ വനംവകുപ്പും മുന്നോട്ട് പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉന്നതതല യോഗം ചേർന്നിരുന്നു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ സംബന്ധിച്ചതുമാണ്. എന്തായാലും ജനങ്ങളെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഈ മയക്കുവെടി വെക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുള്ളത്. SKN. താങ്ക് യു സുർജിത്ത് അയ്യപ്പത്ത്.